വ്ലോഗുകളിലൂടെ എല്ലാ വിശേഷങ്ങളും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാറുണ്ട് പേർലി മാണി. അവതാരകനായപ്പോൾ തന്നെ അതേ ജനപിന്തുണയും ഇപ്പോഴും പേർലിക്കുണ്ട്. ബിഗ് ബോസിൽ മത്സരിക്കാനെത്തിയതായിരുന്നു ശ്രീനേഷുമായി പ്രണയത്തിലായത്. ഷോയിൽ നിന്ന് പുറത്തു വന്നതിന് പിന്നാലെ ഇരുവരും വിവാഹിതരാവുകയായിരുന്നു. പിന്നീടുള്ള വിശേഷങ്ങളെല്ലാം പ്രേക്ഷകരുമായി ലൈവായി തന്നെ പങ്കുവയ്ക്കാറുണ്ട് പേർലി. ജീവിതത്തിലെ പുതിയൊരു തുടക്കത്തിനായിരുന്നു പുതിയ വ്ലോഗിലൂടെ പേർലി തുറന്നു പറഞ്ഞത്. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ആദ്യം പറയുന്നത് നിങ്ങളോടാണ്. ഇതൊരു സ്പെഷ്യൽ വ്ലോഗാണെന്ന് പറഞ്ഞ് പേർലി സംസാരിച്ചു തുടങ്ങുകയായിരുന്നു. ഞാനും ശ്രീനിഷും പുതിയൊരു തുടക്കത്തിനായി പോവുകയാണ്. കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ ഞങ്ങൾ ഒന്നിച്ച് ഒത്തിരി യാത്രകൾ പോയി. മനോഹരമായ ഓർമ്മകളാണ് തിരിച്ചുള്ളത്. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായപ്പോഴും ചില കാര്യങ്ങൾ ഞങ്ങൾ രണ്ടുപേരുടെയും മനസ്സ് ഒന്നാണ്. ഞങ്ങൾ ഞങ്ങളുടെ സ്വപ്നം ചേസ് ചെയ്ത ഒരു ദിവസമാണ്. മലയാളികൾക്ക് ദുബായ് എന്ന് പറയുന്നത് വികാരം മാത്രമല്ല, സെക്കൻഡ് ഹോം കൂടിയാണ്. നമുക്ക് അവിടെ ഒരു സ്ഥലം ഉണ്ടായെങ്കിൽ എന്ന് ഞാൻ ശ്രീനിഷിനോട് ചോദിച്ചു. അതൊരു സ്വപ്നമായി കൊണ്ടു നടക്കുകയായിരുന്നു. ഇപ്പോൾ കാലങ്ങൾക്ക് ശേഷം ആ സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്. നമ്മൾ എത്തിപ്പിടിച്ചോടെ സ്വപ്നം യാഥാർത്ഥ്യമാവുകയുള്ളൂ. ഞങ്ങൾ ദുബായിലേക്ക് ഫ്ലാറ്റ് വാങ്ങിക്കുകയാണ്. വലിയൊരു അച്ചീവ്മെന്റ് ആണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. വൈറ്റിലെ ഫ്ലാറ്റ് വാങ്ങുമ്പോൾ തന്നെ ദുബായിലെ പ്രൊജക്ടിനെ കുറിച്ച് പറഞ്ഞ് ദുബായ് സൗത്ത് ഞങ്ങളുടെ ഫ്ലാറ്റായി. തുടക്കം മുതലേ ചർച്ചകളും റോട്ട് പോയി കാണുന്നതെല്ലാം പേർലി വ്ലോഗിലൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നിരവധി പേരായിരുന്നു പേർലിയുടെ സന്തോഷ വാർത്തയിൽ ആശംസ അറിയിച്ചത്. സ്ഥിരമായി ഞങ്ങളുടെ വ്ലോഗ് കാണാറുണ്ട്. ഇത് ഞങ്ങൾ പേഴ്സണൽ നേട്ടമാണെന്നാണ് തോന്നുന്നത്. കേവലം ഒരു വ്ലോഗ് മാത്രമല്ല, മറിച്ച് ഫ്ലാറ്റ് എന്ന തീരുമാനം മുതൽ അതിലേക്ക് എത്തുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും കാണിച്ചു. ദുബായിൽ ഫ്ലാറ്റ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ലൊരു ഐഡിയ ആണെന്ന് കൂടി പേർലി മാണി വീഡിയോയിലൂടെ പറയുന്നു. ഒരു ചെടിക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ച് വളർത്തുന്ന പോലെ എന്നെ നിങ്ങൾ എല്ലാവരും, എല്ലാ വ്യൂവേഴ്സ് എല്ലാം, സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും കുറിച്ച് എന്നെ വളർത്തുകയായിരുന്നു. സ്നേഹാശംസ അറിയിച്ചെല്ലാം തന്നെ പേർലി മറുപടി നൽകി. നിങ്ങളാണ് ഞങ്ങളെ കരുത്ത്, എല്ലാം നിങ്ങളാണ്, എന്നും ഈ സ്നേഹവും പിന്തുണയും ഞങ്ങളോട് എന്നും ഉണ്ടാകുമെന്ന് പേർലി ആവശ്യപ്പെടുകയും ചെയ്യുന്നു. തുടക്കം മുതലേ എല്ലാം ഇവിടെ പറയുന്നതാണ്. ഞങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് തന്നെ അറിയണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാം പറയുന്നത്. മക്കളുടെ വിശേഷങ്ങളും വീട്ടിലെ കാര്യവും കരിയറിലെ കാര്യങ്ങളും എല്ലാം പേർലി വാചാലയായി പറയാറുണ്ട്. സ്ത്രീകളുടെ സപ്പോർട്ടുകൊണ്ട് തന്നെയാണ് പേർലി എല്ലാം അച്ചീവ് ചെയ്യുന്നത് എന്ന് തന്നെയാണ് എല്ലാവരും ഒരേപോലെ പറയുന്നത്. നിങ്ങൾക്ക് പേർലി മാണി ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷം എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്.